അപ്പൊ പാർട്ടിക്കിൾ ഇൻ 3D ബോക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതില് പാർട്ടിക്കിള് 3 ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ABC അതാണ് നമ്മൾ സൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി എന്താ HSI is equal to ESI. ഇനി the Schrödinger equation for one dimensional box is the Schrödinger equation for one dimensional box is എന്താ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താ? എന്താ വൺ ഡയമെൻഷണൽ ബോക്സിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ നമ്മൾ ചെയ്യാ? h minus h cut square by 2m into dou square by dou x square plus v. v എഴുതേണ്ട ആവശ്യമില്ല, കാരണം എന്താ പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ. which is equal to E psi minus h cross square by 2m dou square psi by dou x square is equal to E psi. അപ്പൊ ഇതാണ് വൺ ഡയമെൻഷണൽ ബോക്സിന്റെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. നിങ്ങൾ എല്ലാരും പഠിച്ചില്ലേ വൺ ഡയമെൻഷണൽ ബോക്സ്? പക്ഷെ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ എന്താണ് 3D ബോക്സ് ആണ് അല്ലേ. അപ്പൊ എക്സ് ഡിറക്ഷൻ മാത്രമല്ല, ഏതൊക്കെ ഡിറക്ഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം? വൈയും സെഡ് ഡിറക്ഷനും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഫോർ എ 3D സിസ്റ്റം എങ്ങനെ എഴുതാ? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m. ഇവിടെ എന്ത് എഴുതണം? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ. എന്തുകൊണ്ടാ? 3D ബോക്സ് ആയതുകൊണ്ട് 3 ഡിറക്ഷനും നമ്മൾ കൺസിഡർ ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു ഈ സൈ എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? XYZ ഡിപ്പെൻഡ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1. മനസ്സിലായോ പറഞ്ഞത്? വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ എഴുതി. വൺ ഡയമെൻഷണൽ ബോക്സിൽ എക്സ് ഡിറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ വൈയും സെഡും ഒക്കെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ക്ലിയർ ആയോ ഇക്വേഷൻ നമ്പർ 1? ഇനി എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് 2 വേവ് ഫംഗ്ഷൻ തന്നു എന്ന് വിചാരിക്കേ. ψ1 എന്ന് പറഞ്ഞ ഒരു വേവ് ഫംഗ്ഷനും തന്നു, ψ2 എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ തന്നു. ψ1 എന്ന് പറഞ്ഞ ഒരു വേവ് ഫംഗ്ഷൻ തന്നു, ψ2 എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷൻ തന്നു. എന്നിട്ട് നമ്മളോട് ടോട്ടൽ വേവ് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ വേവ് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ് കണ്ടത്. അതായത് ψ1 ഇൻറ്റു ψ2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 2 വേവ് ഫംഗ്ഷൻസ് തന്നിട്ട് അതിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ψi. അതായത് നമ്മൾ സമ്മേഷൻ കാണിക്കാൻ സിഗ്മ കാണിക്കില്ലേ, അതേപോലെ കാണിക്കുന്ന സിമ്പലാണ് പൈ. പൈ എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രോഡക്റ്റ് കാണാനാണ്. ഇനി അതേസമയം 2 എനർജീസ് തന്നു. E1 എന്ന് പറഞ്ഞിട്ടും E2 എന്ന് പറഞ്ഞ 2 എനർജി തന്നു. എന്നിട്ട് ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? E1 പ്ലസ് E2 ആണ്. ഇത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ഇനിയുള്ള സിസ്റ്റം ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ടോട്ടൽ വേവ് ഫംഗ്ഷൻ കാണാൻ പ്രോഡക്റ്റും ടോട്ടൽ എനർജി കാണാൻ നമ്മൾ ചെയ്യേണ്ടത് സമ്മേഷനുമാണ്. ഇതിന് ഇങ്ങനെ എഴുതാം, EI സമ്മേഷനെ കാണിക്കാൻ സിഗ്മ. ഇത് ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്താ ഇപ്പോ? മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു E psi XYZ. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്പറേഷൻ ഓഫ് വാരിയബിൾ എന്ന് പറയുന്ന ഒരു തിയറം വെച്ച് ഇതിനെ 3 ഇക്വേഷൻസ് ആയിട്ട്
ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എപ്പോഴെങ്കിലും പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സെപ്പറേഷൻ ഓഫ് വേരിയബിൾ നമ്മൾ എവിടെയാ പഠിച്ചത്? സെപ്പറേഷൻ ഓഫ് വേരിയബിള് ഫസ്റ്റ് ചാപ്റ്റർ എടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ആവറേജ്. അതായത് ഇപ്പൊ സൈ എക്സ് ടി ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് ടി ആയിട്ട് എഴുതാം അല്ലേ? അതേപോലെ തന്നെ നമുക്ക് സൈ എക്സ് വൈ സെഡിനെ എങ്ങനെ എഴുതാൻ പറ്റും? സൈ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് വൈ ഇൻറ്റു സൈ ഓഫ് സെഡ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? യെസ് മിസ്. അപ്പോൾ ടോട്ടൽ വേവ് ഫംഗ്ഷന് by using separation of variable we can write it as psi of x into psi of y into psi of z. ടോട്ടൽ വേവ് ഫംഗ്ഷന് മൂന്നെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. എഴുതിയോ? അപ്പൊ നമുക്ക് സൈ ഓഫ് എക്സും സൈ ഓഫ് വൈയും സൈ ഓഫ് സെഡും കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 3D ബോക്സിന്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അത് മൂന്നും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ മൂന്നെണ്ണം കണ്ടുപിടിക്കാം? സൈ ഓഫ് എക്സും സൈ ഓഫ് വൈയും സൈ ഓഫ് സെഡും എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Equation 1 can be written as equation 1 can be written as എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ 1നെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ സൈ എക്സ്. 3 ഇക്വേഷൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ സൈ എക്സ്. സൈയുടെ ബ്രാക്കറ്റിലൊക്കെ എക്സ് കൊടുക്കണം കേട്ടോ. പിന്നെ എങ്ങനെ എഴുതാം? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ വൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഇ സൈ വൈ. അടുത്തത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ സെഡ് ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു ഇ സൈ സെഡ്. ഈ ഇക്വേഷൻ 1നെ നമ്മൾ സെപ്പറേഷൻ ഓഫ് വേരിയബിൾ വെച്ചിട്ട് 3 ഇക്വേഷൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തു. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് മിസ്. അപ്പൊ ഈ ഇക്വേഷൻസിന് നമുക്ക് ഓരോ പേര് കൊടുക്കാം. ഇതിന് എ ബി സി, എ ബി സി. ഇനി നിങ്ങൾ ആ ഇക്വേഷൻ എ നോക്കിക്കേ. ഇക്വേഷൻ എ എന്ന് പറയുന്നത് എന്താ? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ. അതല്ലേ നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സിൽ ഡിറൈവ് ചെയ്തത്? ഓർക്കുന്നില്ലേ? എന്നാലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് എന്താണ്? 1 ഡയമെൻഷണൽ ബോക്സ് എങ്ങനെ ഡിറൈവ് ചെയ്തോ അതേപോലെ ഡിറൈവ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ എടുക്കാന്ന് വിചാരിക്കേ. ആദ്യത്തെ ഇക്വേഷൻ എന്താ? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താ? ഇ സൈ എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ 1 ഡയമെൻഷണൽ ബോക്സിന്റെ ഡെറിവേഷനിൽ തുടങ്ങിയ സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 1 ഡയമെൻഷണൽ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഡിറൈവ് ചെയ്യണം. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. അപ്പൊ നമ്മൾ ഇവിടെ ഡെറിവേഷൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ആൻസർ മാത്രം നമുക്ക് എഴുതാം. എന്താ ലാസ്റ്റ് ആൻസർ? സൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താ? റൂട്ട് 2/a സൈൻ n പൈ ബൈ a എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n സ്ക്വയർ h സ്ക്വയർ ബൈ 8ma സ്ക്വയർ.
എപ്പോഴും സഫിക്സ് കൊടുക്കണം കേട്ടോ എക്സ് എന്നുള്ളത്. √2 sin n pi by ax. ex എന്ന് പറയുന്നത് nx സ്ക്വയർ h സ്ക്വയർ ബൈ 8 ma സ്ക്വയർ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു തന്നെയാണ്. ഇനി 2 ഇക്വേഷൻസ് കൂടി ഉണ്ട് അല്ലേ. ബി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ? -h² ബൈ 2m ഡോ സ്ക്വയർ psi y ബൈ ഡോ y സ്ക്വയർ ഈക്വൽ ടു e psi y. സിമിലർലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ഒരെണ്ണം മാത്രമേ നമ്മൾ ഡെറിവേഷൻ കാണിക്കേണ്ടൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സിന്റെ ഡെറിവേഷൻ കാണിക്കുക, ബാക്കിയെല്ലാം ഇതേപോലെ എഴുതേ വേണ്ടു. അപ്പൊ എന്തായിരിക്കും psi ഓഫ് y വരാ? ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും psi ഓഫ് y വരാ? 2/a വരില്ല. കാരണം എന്താ? y ഡിറക്ഷനിൽ എത്രയാ ലെങ്ത് പറഞ്ഞേ? b. അപ്പൊ അങ്ങനെ എഴുതണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വരാ? √2/b sin n pi by b y. ഈ n ഉള്ളവർക്കൊക്കെ അതിന്റെ സഫിക്സ് കൊടുക്കണേ. √2/b sin n y by b y. അപ്പൊ എന്തായിരിക്കും എനർജി എന്ന് പറയുന്നത്? എന്തായിരിക്കും എനർജി? ny സ്ക്വയർ h സ്ക്വയർ ബൈ 8m b സ്ക്വയർ. കറക്റ്റ് ആണ്. ny സ്ക്വയർ h സ്ക്വയർ ബൈ 8m b സ്ക്വയർ. ഇനി സി എന്ന് പറഞ്ഞ ഇക്വേഷൻ കൂടി ഉണ്ട്. -h² ബൈ 2m ഡോ സ്ക്വയർ psi z ബൈ ഡോ z സ്ക്വയർ which is equal to e psi z. എന്തായിരിക്കും ഇതിന്റെ വേവ് ഫംഗ്ഷൻ? എന്താ വരാ? വേവ് ഫംഗ്ഷൻ പറ. √2/c sin n pi by c sin nc pi by c z. sin nc. ഈ എന്നും സൈ ഒക്കെ കാണുന്നോടത്ത് നിങ്ങൾ കൊടുക്കണം കേട്ടോ സഫിക്സ് സെഡ് എന്നുള്ളത്. ഇനി എന്തായിരിക്കും ഈ സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ n z സ്ക്വയർ h സ്ക്വയർ ബൈ 8m c സ്ക്വയർ. അപ്പൊ ഇതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സിന്റെ സ്ക്രോണിച്ചർ ഇക്വേഷൻ എഴുതി. ഇനി സെപ്പറേഷൻ ഓഫ് വാരിയബിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അതിന് 3 ഇക്വേഷൻസ് ആയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അതിൽ ആദ്യത്തെ ഇക്വേഷൻ ഇതായി. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് സിമിലർ ടു പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് ആണ്. അപ്പൊ നമ്മൾ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിറൈവ് ചെയ്യണം. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്തില്ല, പക്ഷെ നമ്മൾ എക്സാമിന് അത് ഡിറൈവ് ചെയ്യണം. ഡിറൈവ് ചെയ്തിട്ട് psi ഓഫ് എക്സും ഇ എക്സും എന്താന്ന് എഴുതി. അതിനുശേഷം ബാക്കിയുള്ള രണ്ടും ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് psi yയും psi zഉം ഡിറൈവ് ചെയ്യേണ്ട. സിമിലർലി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. psi yയുടെ വാല്യൂ അതേപോലെ psi zന്റെ വാല്യൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ചിലപ്പോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ psi xന് പകരം എക്സ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ സെഡ് എന്ന് കാണാൻ പറ്റൂ കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മള് psi x y z പകരം ഇങ്ങനെ കാണാന്ന്, എക്സ് എക്സ് വൈ വൈ സെഡ് സെഡ്. അങ്ങനെയും ചില ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മളിപ്പോൾ എഴുതിയത് psi ഓഫ് എക്സ് ഇൻറ്റു psi ഓഫ് വൈ ഇൻറ്റു psi ഓഫ് സെഡ് എന്നാണ്. ഇങ്ങനെയും ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിപ്പോ 3 എനർജീസും കണ്ടുപിടിച്ചു, 3 വേവ് ഫംഗ്ഷനും കണ്ടുപിടിച്ചു അല്ലെ. ഇനി ടോട്ടൽ വേവ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. ഇപ്പൊ psi is equal to എന്താ വരാ? psi ഓഫ് എക്സ് ഇൻറ്റു psi ഓഫ് വൈ ഇൻറ്റു psi ഓഫ് സെഡ്. psi ഓഫ് എക്സ് ഇൻറ്റു psi ഓഫ് വൈ ഇൻറ്റു psi ഓഫ് സെഡ്.
അപ്പൊ ഒന്ന് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചേ. നമ്മുടെ കയ്യിൽ 3 വേവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കേ. ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെയ്യണം കേട്ടോ. കിട്ടിയോ? കിട്ടി. എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടി മിസ്. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ടോട്ടൽ എനർജി കിട്ടാൻ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? സമ്മ് ആണ്. EX പ്ലസ് EY പ്ലസ് EZ ചെയ്തോ, 3 കൂടിയിട്ട് ആഡ് ചെയ്യാം. കിട്ടിയോ ആൻസർ? കിട്ടി മിസ്. h² by 8m nx² by a² plus ny² by b² plus nz² by c². എല്ലാവർക്കും കിട്ടിയില്ലേ? കിട്ടിയോ? അപ്പൊ ഇതാണ് പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ആഴ്ച എൻ്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ, അടുത്ത ഒരു ട്യൂസ്ഡേയോ വെൻസ്ഡേ ഒക്കെ ആയിട്ട്. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് പഠിക്കണം. കാരണം ഒരു 5 ചാപ്റ്റർ വരെ നമുക്ക് കംപ്ലീറ്റ് ഡെറിവേഷൻ തന്നെയാണ്. അപ്പൊ പഠിച്ചു പോയാലാണ് നിങ്ങൾക്ക് എക്സാമിന് ഈസി ആവുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് അധികം ഒന്നും പഠിക്കാനില്ല, ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. വേവ് ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ പ്രോഡക്റ്റ് കാണണം, എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സമ്മാണ് എടുക്കേണ്ടത്. പിന്നെ ആ 3 സ്ക്രോണിഞ്ചർ ഇക്വേഷൻ എഴുതാൻ പഠിക്കുക. പിന്നെ 3 എണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ അറിയണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയോ? ടോപ്പിക് എന്ന് പറയുന്നത് ഡീജനറസി. ഡീജനറസി 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 ഫോർ എ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഡീജനറസി ഫോർ എ പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ്. നിങ്ങൾ ഒപ്പം എഴുതി പോയിക്കോളൂ കേട്ടോ. വെറുതെ ഞാനിനി നോട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് മൊബൈലിൽ നോക്കി സമയം കളയണ്ട, ഒപ്പം എഴുതി പോയാൽ മതി. ഈ ഡെറിവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എഴുതാം. The energy of particle in 3 dimensional box is energy of particle in 3 dimensional box is. എനർജി എഴുതിക്കോ, എനർജിയുടെ ഇക്വേഷൻ എഴുതാം. എനർജി ഓഫ് പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷണൽ ബോക്സ് എന്താ? ഈസ് ഈക്വൽ ടു h² by 8m nx² by a² plus ny² by b² plus nz² by c². അതാണ് 1 ഡയമെൻഷൻ ബോക്സിന്റെ എനർജി എന്ന് പറയുന്നത്.
അവിടെ എം എന്ന് പറയുന്നത് എന്താ? മാസ്. വേർ എം ഈസ് ദ മാസ്. എ ബി സി എന്നൊക്കെ പറയുന്നത് എന്താ? ഡയമെൻഷൻ ഓഫ് ദ ബോക്സ്. എ ബി സി ആർ ദ ഡയമെൻഷൻസ് ഓഫ് ദ ബോക്സ്. ഇനി if A equal to B equal to C equal to L, if A equal to B equal to C equal to L, അതായത് 3 ലെങ്ത്തും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? ഒരു ക്യൂബ് ആയിരിക്കും അല്ലേ? 3 ലെങ്ത് സെയിം ആയിട്ട് വരാണെങ്കിൽ അതെന്താ? ഒരു ക്യൂബ് ആണ്. If A equal to B equal to C equal to L, the box is cube. The box is cube. അപ്പൊ നമുക്കത് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 8m എൻ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന് പകരം എന്ത് കൊടുത്തു? എൽ സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ പ്ലസ് എൻ സെഡ് സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ഇനി ഈ എൽ സ്ക്വയർ കോമൺ അല്ലേ? അപ്പൊ അതും നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും? എച്ച് സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ പ്ലസ് എൻ സെഡ് സ്ക്വയർ. അപ്പൊ ഒരു ക്യൂബിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണിത്. ക്യൂബ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, മറ്റേ നമ്മളെടുത്ത് റെക്ടാങ്കുലർ ബോക്സ് ആകുമോ? ക്യൂബ് ആകുമ്പോൾ എന്താ? ആ 3 ലെങ്ത്തും എല്ലാ ഡയമെൻഷൻസും എന്തായിരിക്കും? സെയിം ആയിരിക്കും ക്യൂബിൽ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പൊ എനർജി ഓഫ് ക്യൂബ് എന്ന് പറയുന്നത് എന്താ? എച്ച് സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ ഇൻറ്റു എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ പ്ലസ് എൻ സെഡ് സ്ക്വയർ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമുക്ക് ഈ ക്യൂബില് അതിന്റെ ലോവസ്റ്റ് എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. The lowest energy of the particle is the lowest energy of the particle is the lowest energy of the particle is നമുക്ക് ഒരിക്കലും ലോവസ്റ്റ് എനർജി ആയിട്ട് 0 കൊടുക്കാനായിട്ട് പറ്റില്ല. എന്താ 0 കൊടുത്താൽ എന്താ പ്രശ്നം ഉണ്ടാവുക? ഇവിടെ 0 വരും. എൻ എക്സ് എൻ വൈ എൻ സെഡ് 0 വന്ന് എന്താവും? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0 ആയി പോവും. അതേപോലെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും 0 ആയി പോകും. അതുകൊണ്ട് നമ്മൾ ലോവസ്റ്റ് എനർജി ആയിട്ട് എന്ത് കൊടുക്കാൻ പാടില്ല? 0 കൊടുക്കാനായിട്ട് പാടില്ല. അപ്പൊ 0യുടെ അടുത്ത ഹയർ നമ്പർ എത്രയാ? 1 ആണല്ലേ? അപ്പൊ ലോവസ്റ്റ് എനർജി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എൻ എക്സ് എൻ വൈ എൻ സെഡിന് കൊടുക്കേണ്ട വാല്യൂ എത്രയാണ്? 1 ആണ് കൊടുക്കേണ്ടത്. 0 കൊടുക്കാനായിട്ട് പാടില്ല. കാരണം എന്താ? 0 ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എനർജി 0 ആയി പോവും. അതേപോലെ തന്നെ വേവ് ഫംഗ്ഷനും 0 ആയി പോകും. കാരണം വേവ് ഫംഗ്ഷൻ എങ്ങനെയാ? √8/ABC. അത് ഞാനൊന്ന് കാണിച്ചു തരാം, നമുക്ക് ഡൗട്ട് വന്നിട്ടുണ്ട. √8/ABC സൈൻ n πx/a ഇങ്ങനെ ഒരു ഇക്വേഷൻ അല്ലേ? അപ്പൊ ഇതിൽ n 0 കൊടുത്താൽ എന്താ? സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പൊ മൊത്തം ഫംഗ്ഷൻ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ വേവ് ഫംഗ്ഷനും 0 ആവും, എനർജിയും 0 ആവും. ലോവസ്റ്റ് എനർജി 0 കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1 ആണ് ലോവസ്റ്റ് എനർജി ആയിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനർജി എത്ര കിട്ടണമെന്ന് നോക്കിയേ. എൻ എക്സ് എൻ വൈ എൻ സെഡ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ് എനർജി കിട്ടുക? അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എച്ച് സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ എൻ എക്സ് 1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 + 1 2 2 + 1 3 എത്ര കിട്ടുന്നത്? 3h സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ. അപ്പോൾ ലോവസ്റ്റ് എനർജി ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 3h സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ. 3h സ്ക്വയർ ബൈ 8m എൽ സ്ക്വയർ. ക്ലിയർ ആയോ പറഞ്ഞത്? ലോവസ്റ്റ് വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച അങ്ങനെയാണെങ്കിൽ ലോവസ്റ്റ് വേവ് ഫംഗ്ഷൻ, അതായത് നമുക്ക് പാർട്ടിക്കിൾ ഇൻ 3D ബോക്സിന്റെ അറിയാം എന്താ? √8/ABC സൈൻ nx πx/a സൈൻ ny πy/b സൈൻ nz πz/c. ഇതായിരുന്നു പാർട്ടിക്കിൾ ഇൻ 3D ബോക്സിന്റെ വേവ് ഫംഗ്ഷൻ.
ക്യൂബിന്റെ വേവ് ഫംഗ്ഷൻ ആവുമ്പോൾ എന്താവുന്ന നമ്മൾ പറഞ്ഞേ എ ബി സി എന്ന് പറയുന്നത് എന്ത് കൊടുക്കണം എൽ എന്ന് കൊടുക്കണം. അപ്പൊ എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്ന് പറയുമ്പോൾ 8/L³ സൈൻ NX പൈ x/L സൈൻ NY പൈ y/L സൈൻ NZ പൈ z/L. ഇതായിരിക്കും ക്യൂബിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്യൂബിന്റെ വേവ് ഫംഗ്ഷൻ അതായത് എ ബി സി എന്നുള്ളടത്ത് എന്ത് കൊടുത്തു എൽ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ചെയ്തോളൂ. ഇനി ലോവസ്റ്റ് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അല്ലെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ NX NY NZ എന്ന് പറയുന്നത് എന്താ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. NX NY NZ എന്ന് പറയുന്നത് 1. ഒന്നുമില്ല, ഈ NX NY NZ 1 എന്ന് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത് √8/L³ സൈൻ പൈ x/L സൈൻ പൈ y/L സൈൻ പൈ z/L. കിട്ടിയ എല്ലാവർക്കും? ഇപ്പൊ നമ്മുടെ സമയം തീരും. അപ്പൊ നിങ്ങൾ ഒന്ന് ലീവ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ എൻ്റർ ചെയ്യണം കേട്ടോ. Okay, miss. Okay, miss.